വീര്യമഹിമയാൽ പൊതിയപ്പെട്ടു പോയി. അങ്ങനെ ആ പകുതി രൂപമാകുമ്പോഴത്തേക്കും മായാദേവി, ആ ദേവിയുടെ എന്താ പറയാ ആ ഒരു പ്രഭാവം അങ്ങനെ അദ്ദേഹത്തെ പൊതിയാണ്. എങ്കിലും അതേ രൂപത്തിൽ യുദ്ധം ചെയ്യുകയും ഭഗവതി അവന്റെ ശിരസ് ഛേദിച്ച് താഴെയിടുകയും ചെയ്തു. അങ്ങനെ ആ പാതി രൂപമായിരിക്കുന്ന ആളെ തന്നെ ആളോട് തന്നെ ദേവി യുദ്ധം ചെയ്യുകയും അവസാനം താഴെ തള്ളിയിട്ട് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ തദോഹാകൃതം സർവം ദൈത്യ സൈന്യം നനാശച പ്രഹർഷം പരം ജഗ്മു സകല ദേവതാഗണ. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോ, മഹിഷാസുരൻ ഭൂമിയിൽ മരിച്ചു വീണത് കണ്ടപ്പോ അനന്തരം ഹാഹാ എന്ന് നിലവിളിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് അസുര സൈന്യം തന്റെ നാശത്തെ പ്രാപിക്കുകയാണ്. അസുര സൈന്യങ്ങൾക്ക് അയ്യോ അയ്യോ പറഞ്ഞിട്ട് അസുരൻ മരിച്ചതിലെ സങ്കടം പറയുമ്പോ എല്ലാ ദേവീ ദേവന്മാരും ഭൂതഗണങ്ങളും 33 കോടി ദേവീ ദേവന്മാരും ഭൂതഗണം ഇത് കണ്ടിട്ട് അത്യധികമായ സന്തോഷത്തെ പ്രാപിച്ചുകൊണ്ട് അവര് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്യണു, സന്തോഷം അറിയിക്കുന്നു. അങ്ങനെ തുഷ്ടുവസ്താം സുരദേവിയും സഹ ദിവ്യേർ മഹർഷിഭി ജഗുർ ഗന്ധർവ പദയോ അപ്സരോഗണ. എന്നിട്ട് ആ ഇന്ദ്രാദി ദേവന്മാര് ദിവ്യന്മാരായിട്ടുള്ള മഹർഷിമാരോട് കൂടി ചേർന്നിട്ട് ഭഗവതിയെ സ്തുതിക്കുകയാണ്. ആ ഗന്ധർവന്മാര് അവരുടെ നായകന്മാരോട് ചേർന്ന് ദേവിയെ സ്തുതിച്ചു പാടി അപ്സര സ്ത്രീകളൊക്കെ ആ കൂട്ടമായി ചേർന്ന് നൃത്തമാടുകയാണ് ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട്. അങ്ങനെ ആ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് മഹിഷാസുരനെ മഹിഷാസുരമർദ്ദിനി കേട്ടിട്ടില്ലേ? മഹിഷാസുരനെ വധിച്ചു ദേവി. അങ്ങനെ അതിൽ എല്ലാവരും സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഒരുപാട്